നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സംഗാവനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണായ നമ ഗം കുരംഗവുമെടുത്തിട്ടുപാതിയുടൽ ശംഖം രഥാംഗവുമെടുത്തിട്ടുപാതിയുടൽ ഏകാക്ഷരം തവ ഹി രൂപം നിനപ്പവനു പോകുന്നു മോഹമതു നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. ഹരിനാമ കീർത്തനം പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. 40-ാം ശ്ലോകം. പ്രപഞ്ചരൂപത്തിൽ കാണപ്പെടുന്ന ദ്വൈതം ബ്രഹ്മമാണെന്ന് സമ്മതിക്കാം. എന്നാൽ ഈശ്വരന്മാരിൽ തന്നെ ഭേദം കാണുന്നല്ലോ. ശിവൻ വേറെ, വിഷ്ണു വേറെ, ഇങ്ങനെ നിരവധി ദൈവങ്ങൾ. ഇതുമൊക്കെ ഭ്രമമാണോ? ഈ ചോദ്യത്തിന് ഉത്തരമാണ് അടുത്ത പദ്യം. ടങ്കം കുരംഗവുമെടുത്തിട്ടു പാതിയുടൽ ശംഖം രഥാംഗവുമെടുത്തിട്ടു പാതിയുടൽ ഏകാക്ഷരം തവ ഹി രൂപം നിനപ്പവന് പോകുന്നു മോഹവഴി നാരായണായ നമഃ. ടങ്കം കുരംഗവും മഴുവും മാനും എടുത്തിട്ട് പാതിയുടൽ ചിഹ്നങ്ങളായി കയ്യിൽ വഹിച്ചുകൊണ്ട് പകുതി ദേഹം. ശംഖം രഥാംഗവും ശംഖും ചക്രവും എടുത്തിട്ടു പാതിയുടൽ കയ്യിലേന്തിക്കൊണ്ട് മറ്റേ പകുതി. തവഹി അങ്ങയുടെ തന്നെ ഏകാക്ഷരം രൂപം നാശരഹിതമായ പരമാത്മസ്വരൂപം അഥവാ ബ്രഹ്മപ്രതീകമായ ഓംകാര രൂപം നിനപ്പവന് ധ്യാനിച്ചുറപ്പിക്കുന്നവന് മോഹവഴി പോകുന്നു. അജ്ഞാനവും തജ്ജന്യമായ ഭേദബുദ്ധിയും വിട്ടകലുന്നു. നാരായണനായിക്കൊണ്ട് നമസ്കാരം. മഴുവും മാനും ചിഹ്നങ്ങളായി കയ്യിൽ വഹിച്ചുകൊണ്ട് പകുതി ദേഹവും ശംഖും ചക്രവും കയ്യിലേന്തിക്കൊണ്ട് മറ്റേ പകുതി. അല്ലയോ ഭഗവൻ, അങ്ങയുടെ നാശരഹിതമായ പരമാത്മരൂപമോ അതിൻ്റെ പ്രതീകമായ ഓംകാര രൂപമോ ധ്യാനിച്ചുറപ്പിക്കുന്നവന് അജ്ഞാനമകന്ന് എല്ലാ ഭേദചിന്തകളും വിട്ടകലുന്നു. ശങ്കരനാരായണ ധ്യാനവും പ്രണവധ്യാനവും. പ്രപഞ്ചദ്വൈതം മിഥ്യയാണെങ്കിൽ ദേവതാഭേദങ്ങളും സാങ്കല്പികങ്ങളാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഒരേ പരമാത്മാവിനെ തന്നെയാണ് ഭിന്നരുചികളായ ആളുകൾ അവരവർക്കിഷ്ടമുള്ള രൂപത്തിൽ സങ്കല്പിച്ച് ഉപാസിക്കുന്നത്. ഓരോരുത്തരുടെ സങ്കല്പത്തിനനുസരിച്ച് രൂപം പൂണ്ട് അവരവരെ അനുഗ്രഹിക്കാൻ സർവജ്ഞനും സർവശക്തനുമായ പരമാത്മാവിന് യാതൊരു പ്രയാസവുമില്ല. ഏതായാലും ഈ ദേവതാഭേദബുദ്ധി മാറിക്കിട്ടാൻ 2 തരത്തിലുള്ള ഉപാസനകളാണ് ആചാര്യർ പ്രസ്തുത പദ്യത്തിൽ നിർദ്ദേശിക്കുന്നത്. ശങ്കരനാരായണോപാസനയും പ്രണവോപാസനയും. മഴുവും മാനും ശിവരൂപത്തിലെ ചിഹ്നങ്ങളാണ്. ശംഖും ചക്രവും വിഷ്ണുരൂപത്തിലെ ചിഹ്നങ്ങളും. ശിവന്റെ പകുതി ശരീരവും വിഷ്ണുവിൻ്റെ പകുതി ശരീരവും ചേർത്ത് ശങ്കരനാരായണ രൂപം ഉപാസിക്കുന്നവർക്ക് ദേവതാഭേദബുദ്ധി മാറിക്കിട്ടുന്നതാണ്. ഒരേ പരബ്രഹ്മം തന്നെയാണ് ത്രിമൂർത്തികളായി വേർതിരിഞ്ഞിരിക്കുന്നതെന്ന വസ്തുത 1ഉം 9ഉം ശ്ലോകങ്ങളുടെ വ്യാഖ്യാനം വായിച്ച് കൂടുതൽ വ്യക്തമായി ധരിക്കേണ്ടതാണ്. ശൈവ വൈഷ്ണവ ഭേദം ഒരു കാലത്ത് വളരെ പ്രബലമായിരുന്നു. ഇതിനൊരു പോംവഴിയായിട്ടായിരിക്കണം ശങ്കരനാരായണ ഉപാസന നിർദ്ദേശിക്കപ്പെട്ടത്. ചില ക്ഷേത്രങ്ങളിൽ ശങ്കരനാരായണ പ്രതിഷ്ഠയും കാണുവാനുണ്ട്. ദേവതാഭേദബുദ്ധി മാറാനുള്ള 2ാമത്തെ ഉപായം ബ്രഹ്മവിദ്യ അഭ്യസിക്കുകയാണ്. വിചാരം ചെയ്തും നിർഗുണോപാസന കൊണ്ടും ബ്രഹ്മവിദ്യ അഭ്യസിക്കാം. അല്ലെങ്കിൽ ബ്രഹ്മപ്രതീകമായ ഓങ്കാരം ധ്യാനിച്ച് ബ്രഹ്മവിദ്യ ശീലിക്കാം. എന്തായാലും പരമസത്യം കാണാൻ കൊതിക്കുന്നവർ
ദേവതാദ്വൈത ബുദ്ധി ഉപേക്ഷിച്ച് അദ്വൈത ബോധം ഉൾക്കൊണ്ട് ഏതെങ്കിലും ഉപാസനാമാർഗം അംഗീകരിക്കേണ്ടതാണ്. ശാസ്ത്രീയമായ വസ്തുബോധമില്ലായ്മയാണ് സകല ഭേദബുദ്ധിക്കും കാരണം. ഉപാസനയ്ക്ക് മുമ്പ് ഒരാൾ ഈ വസ്തുബോധം നേടിയിരിക്കേണ്ടതാണെന്ന് ചുരുക്കം. ഇതുമാത്രമാണ് അജ്ഞാനം മാറിക്കിട്ടാനുള്ള ഉപായം. വസ്തു ഒന്നേ ഉള്ളുവെങ്കിൽ ഈ വൈവിധ്യം എങ്ങനെ വന്നു? ദൃഷ്ടാന്തം ചൂണ്ടിക്കാണിച്ച് ഈ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് അടുത്ത പദ്യത്തിൽ. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്. നാഥ വിഷ്ണു ഹരേ നാരായണായ നമഃ.